14 രാജ്യങ്ങളിൽ നിന്നായി 1355 താരങ്ങൾ, 10 ഫ്രാഞ്ചൈസികൾക്കായി 77 സ്ലോട്ടുകൾ. IPL മിനി ലേലത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ രജിസ്റ്റർ ചെയ്ത താരങ്ങളുടെ പട്ടിക പുറത്തു വന്നിരിക്കുന്നു. കാമറൂൺ ഗ്രീൻ, വെങ്കടേഷ് അയ്യർ, ലിയാം ലിവിങ്സ്റ്റൺ, മദീഷ പാതിരാന, രവി ബിഷ്ണോയ്, വനിന്ദു ഹസരംഗ തുടങ്ങിയ സുപ്രധാന താരങ്ങളെല്ലാം ലേലത്തിലെ ഹോട്ട് ടോപ്പിക്കായി പട്ടികയിലുണ്ട്. എന്നാൽ ഗ്ലെൻ മാക്സ്വെൽ എന്ന സുപ്രധാന താരത്തിന്റെ പേര് ലിസ്റ്റിലില്ല. പോയ സീസണിലെ മോശം ഫോമിനെ തുടർന്ന് പഞ്ചാബ് കിങ്സ് റിലീസ് ചെയ്ത താരം ഇതോടെ പുതിയ സീസൺ IPL-ൽ ഉണ്ടാകില്ലെന്ന കാര്യം ഉറപ്പായി. IPL ഓപ്ഷനിൽ രജിസ്റ്റർ ചെയ്ത പ്രധാന പേരുകൾ ഏതെല്ലാം, സാധ്യതകൾ എങ്ങനെയാണ് പരിശോധിക്കാം. കാമറൂൺ ഗ്രീൻ ഡിസംബർ 16 അബുദാബിയിൽ മിനി ലേലം അരങ്ങേറുമ്പോൾ ഏറ്റവും ഉയർന്ന തുക ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന താരമാണ് ഈ ഓസീസ് ഓൾറൗണ്ടർ. 2 കോടി ബേസ് പ്രൈസിൽ ലേലത്തിലെത്തുന്ന 26-കാരൻ ഒന്നിലധികം ഫ്രാഞ്ചൈസികളുടെ റഡാറിലുള്ള താരമാണ്. ഇതുവരെ 29 IPL മത്സരങ്ങളിൽ കളത്തിലിറങ്ങിയ ഗ്രീൻ 49 ആവറേജിൽ 707 റൺസാണ് സ്കോർ ചെയ്തത്. IPL-ൽ 2 സീസണിൽ മാത്രം കളത്തിലിറങ്ങിയ ഓസീസ് ഓൾറൗണ്ടർ ഒരു സെഞ്ചുറിയും 2 അർദ്ധ സെഞ്ചുറിയും നേടിയിട്ടുണ്ട്. 2024-ൽ RCB-ൽ കളിച്ച ഗ്രീൻ പരിക്ക് കാരണം മെഗാലേലത്തിൽ രജിസ്റ്റർ ചെയ്തിരുന്നില്ല. സമീപകാലത്ത് ഓസീസിനായി മികച്ച ഫോമിൽ കളിക്കുന്ന യുവതാരം IPL-ലും തകർപ്പൻ കംബാക്കിനാണ് തയ്യാറെടുക്കുന്നത്. നിലവിൽ കാമറൂൺ ഗ്രീനെ സ്വന്തമാക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന ടീം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആണ്. ഒരു പതിറ്റാണ്ടിലേറെയായി KKR-നൊപ്പം നിറഞ്ഞു കളിച്ച ആന്ദ്രെ റസലിനൊരു കൃത്യമായ റീപ്ലേസ്മെൻ്റായാണ് താരത്തെ എത്തിക്കുന്നതിലൂടെ ഫ്രാഞ്ചൈസി ലക്ഷ്യമിടുന്നത്. ബാറ്റിംഗ് ഓർഡറിൽ എവിടെയും കളിപ്പിക്കാവുന്ന താരത്തെ സീമറായും ഉപയോഗിക്കാം. ലേലത്തിന് മുമ്പായി റസലിനെ റിലീസ് ചെയ്ത കൊൽക്കത്ത 2026 സീസണിൽ പവർ കോച്ച് എന്ന പുതിയ റോളിൽ കരീബിയൻ ഓൾറൗണ്ടറെ ഒപ്പം നിർത്തിയിട്ടുണ്ട്. 23.5 കോടിക്ക് വാങ്ങിയ വെങ്കടേഷ് അയ്യർ ഉൾപ്പെടെ 9 കളിക്കാരെ പറഞ്ഞുവിട്ട കൊൽക്കത്തയുടെ ബേസിൽ നിലവിൽ 64 കോടിയാണുള്ളത്. ഇതോടെ ഗ്രീനിനായി ഏതറ്റം വരെ പോകാനും ഫ്രാഞ്ചൈസിക്കാകും. 43.4 കോടി ബേസിലുള്ള ചെന്നൈ സൂപ്പർ കിങ്സും ഗ്രീനിനെ എത്തിക്കാനുള്ള ശ്രമം നടത്തുമെന്നുറപ്പ്. 6 വിദേശ താരങ്ങൾ ഉൾപ്പെടെ 12 സ്ലോട്ടുകളാണ് KKR-ന് ഫിൽ ചെയ്യാനുള്ളത്. 4 വിദേശ താരങ്ങൾ ഉൾപ്പെടെ 9 സ്ലോട്ടുകളാണ് CSKക്ക് നികത്താനുള്ളത്. ചെന്നൈ സൂപ്പർ കിങ്സ് റിലീസ് ചെയ്ത മദീഷ പാതിരാനെ മിനി ലേലത്തിൽ ശ്രദ്ധേയ സാന്നിധ്യമാണ്. 13 കോടിക്ക് ചെന്നൈ നിലനിർത്തിയിരുന്ന ശ്രീലങ്കൻ പേസർ പോയ സീസണിൽ 12 മത്സരങ്ങളിൽ നിന്നായി 13 വിക്കറ്റാണ് സ്വന്തമാക്കിയത്. തുടരെയുള്ള പരിക്കുകളും സ്ഥിരതയില്ലായ്മയും കാരണം CSK താരത്തെ റിലീസ് ചെയ്യുകയായിരുന്നു. എന്നാൽ ഡെത്ത് ഓവറുകളിൽ റൺ റേറ്റ് തടഞ്ഞു നിർത്താൻ കെൽപ്പുള്ള പേസർക്കായി ഫ്രാഞ്ചൈസികൾ വാശിയോടെ രംഗത്തുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇംഗ്ലീഷ് ഓൾറൗണ്ടർ ലിയാം ലിവിങ്സ്റ്റൺ ആണ് ലേലത്തിലെ മറ്റൊരു പ്രധാന ഓവർസീസ് താരം. 8.75 കോടി രൂപയ്ക്ക് മെഗാലേലത്തിൽ RCB-ലേക്ക് എത്തിയ ലിവിങ്സ്റ്റൺ മറ്റൊരു അവസരം നൽകാൻ നിലവിലെ ചാമ്പ്യന്മാർ തയ്യാറായില്ല. മിനി ലേലത്തിലെ ഇന്ത്യൻ താരങ്ങളിലെ പ്രധാന പേരുകളിലൊന്ന് രവി ബിഷ്ണോയുടേതാണ്. 4 സീസണായി ലക്നൗ സൂപ്പർ ജയൻസിനൊപ്പമുള്ള താരത്തെ മോശം ഫോമിനെ തുടർന്ന് ഇത്തവണ ഫ്രാഞ്ചൈസി റിലീസ് ചെയ്യുകയായിരുന്നു. 11 മത്സരങ്ങളിൽ നിന്നായി 9 വിക്കറ്റുകളാണ് 2025 സീസണിൽ ബിഷ്ണോയുടെ സ്റ്റാറ്റ്സ്. 2 കോടി ബേസ് പ്രൈസുള്ള ഇന്ത്യൻ സ്പിന്നർക്കായി ഒരുപാട് ടീമുകൾ രംഗത്തുണ്ടാകുമെന്ന് ഉറപ്പാണ്. IPL-ൽ എന്നും ഹോട്ട് ടോപ്പിക്കാവാറുള്ള താരമാണ് ഗ്ലെൻ മാക്സ്വെൽ. എത്ര ഫോമിലല്ലെങ്കിലും അയാൾക്ക് ഡിമാൻഡ് ഉണ്ടാകും. കാരണം അയാളുടെ പൊട്ടൻഷ്യൽ എല്ലാവർക്കും അറിയാം. ബാറ്റിങ്ങിൽ തിളങ്ങിയില്ലെങ്കിലും ബൗളറായി ഉപയോഗപ്പെടുത്താമെന്നതും മാക്സ്വെല്ലിനെ ഹോട്ട് ചോയ്സ് ആക്കുന്നു. പോയ മെഗാലയത്തിൽ 4.2 കോടിക്ക് പഞ്ചാബ് കിങ്സ് ഒപ്പമെത്തിച്ച ഓസീസ് താരം 7 മത്സരങ്ങളിൽ നിന്ന് ആകെ നേടിയത് 48 റൺസായിരുന്നു. ബാറ്റിംഗ് ശരാശരി സിംഗിൾ ഡിജിറ്റിൽ ഒതുങ്ങി. പരിക്കിനെ തുടർന്ന് പാതിയിൽ ടീം വിട്ട താരത്തെ ഇത്തവണ റിലീസ് ചെയ്ത പഞ്ചാബ് മാനേജ്മെന്റ് പകരം മിച്ചൽ ഓവനെ നിലനിർത്തുകയായിരുന്നു. ഇനി IPL-ലെ ഓൾ ടൈം കണക്കെടുത്താലും അത്ര മികച്ച റെക്കോർഡല്ല മെക്സിക്കുള്ളത്. 141 മത്സരങ്ങളിൽ നിന്നായി 23.89 ശരാശരിയിൽ നേടാനായത് 2819 റൺസ്, 18 50, ഉയർന്ന സ്കോർ 95. ഇതുവരെ കളിച്ച 13 സീസണിൽ മികച്ച പ്രകടനം നടത്താനായത് 4 സീസണിൽ മാത്രം. IPL-ൽ ഫ്ലോപ്പാകുമ്പോഴും ഓസീസിനായി T20-ലടക്കം തകർപ്പൻ പ്രകടനം നടത്തിയും താരം ഞെട്ടിക്കാറുണ്ട്. പഞ്ചാബ് കിങ്സിനായി പോയ സീസണിൽ തിളങ്ങിയ വിക്കറ്റ് കീപ്പർ ബാറ്റർ ജോഷ് ഇംഗ്ലീഷും ലേലത്തിൽ ശ്രദ്ധേയ സാന്നിധ്യമാകും. എന്നാൽ വ്യക്തിപരമായ കാര്യങ്ങളാൽ സീസൺ ഒന്നാകെ ഇംഗ്ലീഷിന്റെ സേവനം ടീമുകൾക്ക് ലഭിക്കില്ലെന്നാണ് റിപ്പോർട്ടുകൾ. താരത്തിന്റെ ലഭ്യത 25% കുറയുന്ന സാഹചര്യത്തിൽ അദ്ദേഹം അൺസോൾഡ് ആകാനുള്ള സാധ്യതയും കൂടുതലാണ്. മാത്യു ഷോട്ട്, ജോണി ബെയർസ്റ്റോ, രജിൻ രവീന്ദ്ര, സ്റ്റീവ് സ്മിത്ത്, ബെൻ ഡക്കറ്റ്, ജാമി സ്മിത്ത്, മുജീബുർ റഹ്മാൻ, നവീനുൽ ഹക്ക്, കൂപ്പർ കനോലി, ഫ്രേസർ മക്കർ, ഗെറ്റ് അറ്റ്കിൻസൺ, ഡാരി മിച്ചൽ, ജെറാഡ് കോട്സെ, ആൻഡി സ്നോർച്ചെ, മുസ്തഫിസുർ റഹ്മാൻ, ഷായോപ്പ് തുടങ്ങി രാജ്യാന്തര ക്രിക്കറ്റിൽ തിളങ്ങുന്ന വിദേശ താരങ്ങൾ 2 കോടി ബേസ് പ്രൈസിൽ ലേലത്തിലുണ്ടാകും. 9 സീസണുകളായി 71 മത്സരങ്ങൾ കളിച്ച എക്സ്പീരിയൻസ്ഡ് ക്യാമ്പയിനർ ഷാക്കിബ് അൽ ഹസൻ 1 കോടി ബേസ് പ്രൈസിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. ഓസ്ട്രേലിയ, ഇംഗ്ലണ്ട്, ദക്ഷിണാഫ്രിക്ക, ബംഗ്ലാദേശ്, ന്യൂസിലാൻഡ്, ശ്രീലങ്ക, അഫ്ഗാനിസ്ഥാൻ, വെസ്റ്റ് ഇൻഡീസ്, സിംബാബ്വെ, നെതർലൻഡ്സ്, അയർലൻഡ്, സ്കോട്ട്ലാൻഡ്, USA ഉൾപ്പെടെ 14 രാജ്യങ്ങളിൽ നിന്നുള്ള താരങ്ങളാണ് ലോകത്തിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് മേളയിലേക്ക് എത്തുന്നത്.
മലേഷ്യയിൽ നിന്ന് പോലും ഇക്കുറി ഒരു എൻട്രി എത്തിയിട്ടുണ്ട്. ഓൾറൗണ്ടർ വീരഞ്ജദീപ് സിംഗാണ് 30 ലക്ഷം അടിസ്ഥാന വിലയിൽ ഓപ്ഷനിൽ പങ്കെടുക്കുന്നത്. ഇന്ത്യയിൽ നിന്ന് വെങ്കടേഷ് അയ്യരും രവി ബിഷ്ണോയും മാത്രമാണ് 2 കോടി ബേസ് പേസിലുള്ള താരങ്ങൾ. മയങ്ക് അഗർവാൾ, രാഹുൽ ചഹാർ, ദീപക് ഹൂഡ, ആകാശ് ദീപ്, സർഫറാസ് ഖാൻ, ശിവം മാവി, ചേതൻ സക്രിയ, പൃഥ്വി ഷാ, രാഹുൽ ത്രിപാഠി, സന്ദീപ് വാര്യർ, ഉമേഷ് യാദവ് എന്നിവരും മിനി ലേലത്തിലേക്ക് പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിനിടയിൽ മുയിൻ അലിയും ഫാഫ് ഡുപ്ലസിസും പാക് സൂപ്പർ ലീഗ് തെരഞ്ഞെടുത്തിട്ടുണ്ട്. IPL ലേലത്തിൽ ഉൾപ്പെടുമോ എന്ന് പോലും ഉറപ്പില്ലാത്ത സാഹചര്യത്തിൽ കൂടിയാകും ഇവരുടെ PSL സെലക്ഷൻ. 10 ഫ്രാഞ്ചൈസികളുമായി 237 കോടിയാണ് മിനി ലേലത്തിൽ ആകെ ചെലവിടുക. കൂടുതൽ തുക കൈവശമുള്ള കൊൽക്കത്തയും CSKയും അബുദാബി ലേലത്തെ കൺട്രോൾ ചെയ്യുമെന്ന് ഉറപ്പ്. മിനി ലേലത്തിലെ പണക്കിലുക്ക വാർത്തകൾക്കും കൂടുതൽ അപ്ഡേറ്റുകൾക്കുമായി കാത്തിരിക്കാം.